ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ ഇങ്ങ് മോളിവുഡിൽ ഒരുപാട് കണ്ടിടത്താണ് തമിഴിൽ നിന്നും അങ്ങനെ ഒരു അതിഥി എത്തുന്നത്. ബ്ലാസ്റ്റ്. സ്ഥിരം പാറ്റേണിലെത്തുന്ന മാസ് മസാല പടം എന്നതിനപ്പുറത്തേക്ക് വലിയ കാര്യഗൗരവം കിട്ടാതിരുന്ന സിനിമ. കുറെ കാലമായി വലിയൊരു ഹിറ്റ് കാണാത്ത നായകന്റെ ചിത്രം, പുതുമുഖ സംവിധായകൻ, താരതമ്യേന ചെറിയ സ്റ്റാർ കാസ്റ്റ്. അങ്ങനെ പ്രതീക്ഷയ്ക്ക് ഒട്ടും വകയില്ലെന്ന് വിചാരിച്ചെടുത്ത് സിനിമ കയറി അങ്ങ് കൊളുത്തുന്നു. ആക്ഷൻ കിങ് എന്ന പേര് താൻ ചുമ്മാ കൊണ്ടു നടക്കുന്നതല്ലെന്ന് നായകൻ അർജുൻ വിളിച്ചു പറയുന്നു. കൂടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ടുപേരിൽ നിന്നുള്ള ഗംഭീര ആക്ഷൻ സീക്വൻസുകളും. ആക്ഷൻ ഫാൻസിന് തിയേറ്റർ ബ്ലാസ്റ്റിനുള്ള വിരുന്ന് നൽകി ചിത്രം ഇന്നിതാ വൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ്. കണ്ടന്റ് ഈസ് ദ കിങ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. പല അന്യഭാഷാ താരങ്ങളും പൊതുവായി പറയുന്നൊരു കാര്യമുണ്ട്, കേരളത്തിലെ ഒരു സിനിമയ്ക്ക് നല്ല അഭിപ്രായം കിട്ടിയാൽ പിന്നെ പേടിക്കാനില്ലെന്ന്. ബ്ലാസ്റ്റിനും അത്തരത്തിൽ കേരളത്തിൽ ലഭിക്കുന്നത് വൻ റെസ്പോൺസാണ്. പോസിറ്റീവ് റെസ്പോൺസിന് പിന്നാലെ ചിത്രത്തിന്റെ കളക്ഷനിലുണ്ടായ കുതിപ്പിൽ അണിയർ പ്രവർത്തകർ തന്നെ അതിശയിച്ചിരിക്കുകയാണ്. 4 ദിവസത്തിൽ 25 കോടി കടന്ന ചിത്രം ഇതിനോടകം 30 കോടി കടന്നെന്നാണ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള കളക്ഷൻ ആകട്ടെ 5 കോടിക്ക് മുകളിലും. അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലിയുടെ കേരള ഫൈനലിനെ സിനിമ മറികടന്നെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ 73 സ്ഥലങ്ങളിലായി 80-90 ഷോകളായി ആരംഭിച്ച സിനിമ ആദ്യ ദിവസം സ്വന്തമാക്കിയത് 10 ലക്ഷമാണ്. സെക്കൻഡ് ഡേ കഥ മാറി 30 ലക്ഷമായി. മൂന്നാം നാൾ 150 ഇടത്ത് ചിത്രം സ്ക്രീൻ ചെയ്തു. കളക്ഷൻ ആകട്ടെ 90 ലക്ഷം, ആദ്യ ദിവസത്തിന്റെ 9 ഇരട്ടി. ഫൈനൽ റണ്ണിൽ കേരളത്തിൽ നിന്ന് മാത്രം ചിത്രത്തിന്റെ കളക്ഷൻ 10 കോടി ആയേക്കുമെന്നാണ് വിലയിരുത്തൽ. ഒരുപാട് നാളായി അർജുൻ ഒരു സോളോ ഹിറ്റ് നേടിയിട്ട്. സഹനടനായും വില്ലനായും എല്ലാം എത്തി കയ്യടി നേടിയപ്പോഴും ആക്ഷൻ കിങ്ങിന്റെ നായക വേഷം ഒരു മിസ്സിംഗ് ആയിരുന്നു. അതിലേക്കൊരു പെർഫെക്റ്റ് കംബാക്കായി മാറിയിരിക്കുകയാണ് ബ്ലാസ്റ്റ്. താൻ ഇത്രയും നാൾ കൊണ്ടു നടന്ന ആ പേരിന്റെ ലെഗസിയോട് നീതി പുലർത്തുന്ന വിജയം.